ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ റിമാൻഡ് 28-ാം തീയതി മുതൽ 1-ാം തീയതി വരെ നീട്ടി. അത്ര ദിവസം കൂടെ കസ്റ്റഡി കൊടുത്തു. അദ്ദേഹം അറസ്റ്റിന് ശേഷം ജയിലിലിരുന്ന് ഭരണം തുടരുകയാണ്. അതിനൊത്തിരി വാദഗതികൾ ഉണ്ടായി. ഡൽഹി ഹൈക്കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഭരണം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അതിന് കേജ്രിവാൾ തന്നെയാണ് കോടതിയിലെ ആ വാദഗതിക്ക് മറുപടി പറഞ്ഞത്. കാരണം ഗവൺമെന്റിന്റെ വക്കീല് ചില കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വസതിയിൽ പോയി ചോദ്യം ചെയ്യാമായിരുന്ന ഒരു സംഭവമായിരുന്നു അത്. പക്ഷെ അദ്ദേഹത്തിനെ കസ്റ്റഡി എടുത്താണ് ചോദ്യം ചെയ്തത്. ഈ ഒരു സംഭവത്തില് അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണം 100 കോടി രൂപ കവിത എന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിലെ ആള്, തെലങ്കാന രാഷ്ട്രീയത്തിലുള്ള ആള് അരവിന്ദ് കെജ്രിവാളിന്റെ AAP അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. ആ പാർട്ടിക്ക് 100 കോടി രൂപ കൊടുത്തു. ആ കേസിലാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് 600 കോടി രൂപ വരെ കിട്ടി എന്നൊക്കെ ചില വാചകടിയൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ അതിൽ നിന്ന് നേരത്തെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള 2 മന്ത്രിമാരകത്തുണ്ട്. അവർ ഏകദേശം 1 വർഷമായി ഒരാൾ അകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ 100 കോടിയിൽ 1 കോടി രൂപ പോലും ഇഡിക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്കൊരാൾ ഒരു സാധനം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം റിക്കവർ ചെയ്യണം. മോഷ്ടിച്ച സാധനം റിക്കവർ ചെയ്യണം. വെറുതെ ഒരാളുടെ പേരിൽ ആരോപണം പറഞ്ഞിട്ട് കാര്യമില്ല. 100 കോടി രൂപയിൽ 1 കോടി പോലും റിക്കവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ആകെ ഇഡിയുടെ കയ്യിലുള്ള എവിഡൻസ് മുഖ്യമന്ത്രി കേജ്രിവാളിനെതിരായിട്ടുള്ളത് ഒരു മാപ്പുസാക്ഷിയാണ്. ആരാണ് ആ മാപ്പുസാക്ഷി? മാപ്പുസാക്ഷിയായ ആള് ഇലക്ട്രൽ ബോണ്ട് വഴി 1 കോടി രൂപയുടെ 5 എണ്ണം എന്ന് പറഞ്ഞാൽ 5 കോടി രൂപ നേരത്തെ ഇഡിയുടെ അന്വേഷണത്തില് അല്ലെങ്കിൽ കേജ്രിവാളിന്റെ മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇയാളെ മാപ്പുസാക്ഷിയാക്കിയ ശേഷം 34 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് BJP പാർട്ടിക്ക് കൊടുത്തു. ഏകദേശം 39 കോടി രൂപ ഈ മാപ്പുസാക്ഷിയെ ആള് കൊടുത്തിട്ടുണ്ട്. അതിൽ മാപ്പുസാക്ഷി ആയ ആള് നേരത്തെ ഇലക്ട്രൽ ബോണ്ട് ഓരോ കോടിയുടെ 5 എണ്ണം എടുത്ത് BJPക്ക് കൊടുത്തിട്ടുണ്ട്. അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ള ഇതുകൊണ്ട് അയാളെ മാപ്പുസാക്ഷിയാക്കി. അന്നേരം കേജ്രിവാളിനെതിരായിട്ട് അയാൾ മൊഴി പറഞ്ഞു. പക്ഷേ 34 കോടി രൂപയും കൂടെ വീണ്ടും ഇലക്ട്രൽ ബോണ്ട് BJPക്ക് എടുത്തു കൊടുത്തു. ഇതാണ് വാദഗതി. ഇതിൽ നിന്ന് 1 പൈസ പോലും റിക്കവർ ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. ഇത് ഇഡിക്ക് ദൂഷ്യമായി വരുന്ന ഒരു കേസായിട്ടാണ് തോന്നുന്നത്. കാരണം ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിനെ ജയിലിലിട്ടു, അതിന് ജുഡീഷ്യൽ അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തു. എന്നിട്ട് അവര് ഇഡിയുടെ കസ്റ്റഡി വാങ്ങിച്ചു. ഇപ്പം ആദ്യത്തെ കസ്റ്റഡി കഴിഞ്ഞപ്പം വീണ്ടും 4 ദിവസത്തെ കസ്റ്റഡി വാങ്ങിച്ചിരിക്കുന്നു. ഇത് എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇഡി പറയുന്നത്. അദ്ദേഹം ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണൊക്കെ അവർ കസ്റ്റഡിയിലെടുത്തു. ആ മൊബൈൽ ഫോണിൻ്റെ ഡിജിറ്റൽ നമ്പരോ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല. അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് അയാൾക്ക് തന്നെ ശിക്ഷ വാങ്ങിച്ചു തരാൻ വേണ്ടി അയാൾ തന്നെ മൊഴി പറയാൻ പാടില്ല. അത് വളരെ നമ്മുടെ ഭരണഘടനയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ്. ഭരണഘടന 22 അനുസരിച്ച് ഒരാൾക്ക് അയാൾക്കെതിരായി ആ കുറ്റം തെളിയിക്കാൻ മൊഴി കൊടുക്കാൻ പാടില്ല
മൊഴി കൊടുത്താൽ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നാണ് ഭരണഘടനയെ പറഞ്ഞിരിക്കുന്നത്. കേജ്രിവാളിൻ്റെ മൊബൈൽ ഫോണ് അത് അദ്ദേഹം ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് കൊടുക്കണം, അത് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തുറന്നു കൊടുത്തില്ല, സഹകരിക്കുന്നില്ല. അദ്ദേഹത്തിന് എതിരായി മൊഴി കൊടുക്കുകയാണ്, അദ്ദേഹത്തിന് എതിരായി അദ്ദേഹം തന്നെ എവിഡൻസ് കൊടുക്കുകയാണ്. അത് ഭരണഘടന അനുസരിച്ച് പാടില്ല. ഇതാണ് അതിൻ്റെ പ്രസക്തമായ ഭാവം. ആ ഭാഗം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ വാദഗതി, അദ്ദേഹത്തിന് എതിരായിട്ട് തെളിവ് കൊടുക്കാൻ അദ്ദേഹമല്ല ബാധ്യസ്ഥൻ. അങ്ങനെ തെളിവുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസി കണ്ടുപിടിച്ചോണം. അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന് തുറക്കാൻ കഴിയില്ല, തുറന്ന് കൊടുക്കില്ല. അത് അവരുടെ കസ്റ്റഡിയിലുണ്ട്. ആ ലോക്ക് തുറന്നു കൊടുക്കുന്ന അദ്ദേഹത്തിനെതിരായ എവിഡൻസ് അദ്ദേഹം തന്നെ കൊടുക്കുന്നതായിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. അതിന് മറ്റൊരു ചില വാദഗതികൾ അവിടുത്തെ EDയുടെ വക്കീൽ കോടതിയിൽ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഒരു മുഖ്യമന്ത്രിക്ക് ആ ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്താൻ കഴിയില്ല എന്നാണ്. കോടതി മറു ചോദ്യം ചോദിച്ചു ഹൈക്കോടതി. അദ്ദേഹം ചോദിച്ചത്, അത് രണ്ടുപേരടങ്ങുന്ന ബെഞ്ചാണ്. ജസ്റ്റിസ് മൻമോഹൻ ഉണ്ട്, ജസ്റ്റിസ് മൻമീത് അറോറ. അവർ മറു ചോദ്യം ചോദിച്ചു, ഒരു മുഖ്യമന്ത്രി ജയിലിലിരുന്ന് ഭരണം നടത്താൻ പാടില്ല എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് രണ്ടുമില്ല. ഭരണഘടനയിലെ ഒരു 163 അനുസരിച്ച് there shall be a council of ministers and a chief minister. ആ 161 അനുസരിച്ച് ഭരണഘടന പറയുന്നത് മന്ത്രിമാരും അവർക്കൊരു മുഖ്യമന്ത്രിയും ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ഗവർണർക്ക് വേണ്ട അഡ്വൈസ് ഇവർ കൊടുക്കും. ഭരണകാര്യത്തിൽ ഇവർ കൊടുക്കുന്ന കാര്യങ്ങൾ ഗവർണർ ചെയ്യണം. അങ്ങനെ കൊടുക്കുന്ന വിവരങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യാൻ പാടില്ല. മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ അതൊക്കെ 163, 162 വകുപ്പുകളിലൊക്കെ കൃത്യം പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എവിടെയും മുഖ്യമന്ത്രിയെ മാറ്റുന്നത് ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ ഭരണം ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഗുരുതരമായെങ്കിൽ 356 അനുസരിച്ച് ഭരണം സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കാം. പക്ഷേ ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. ആ ഹൈക്കോടതി തീരുമാനം സുപ്രീം കോടതി ചോദ്യം ചെയ്യാൻ പാടില്ല. 226 അനുസരിച്ച്, ഭരണഘടനയുടെ 226 അനുസരിച്ച് സുപ്രീം കോടതിയെക്കാരും ഇക്കാര്യത്തിൽ പവർ കൂടുതൽ ഹൈക്കോടതിക്കാണ്. അത് ഹൈക്കോടതി എടുത്ത തീരുമാനം സുപ്രീം കോടതി ചോദ്യം ചെയ്യാനും പാടില്ല. ചുരുക്കത്തിൽ ഈ ജുഡീഷ്യൽ കസ്റ്റഡി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ജാമ്യത്തിൽ വിട്ടേ പറ്റുള്ളൂ. ED ഉദ്യോഗസ്ഥന്മാര് 100 കോടി രൂപയുടെ കാര്യങ്ങൾ റിക്കവറി നടത്തിയില്ലെങ്കിൽ 1 രൂപ പോലും റിക്കവറി നടത്തുക, അത് എങ്ങോട്ട് പോയി, എവിടുന്ന് വന്നു, എങ്ങോട്ട് പോയി എന്നുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള എവിഡൻസുകൾ അത് കോടതിയിൽ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇതുവരെ അതിനെപ്പറ്റി ED യാതൊന്നും കോടതി കൊടുത്തിട്ടില്ല. അവിടെയാണ് കേജ്രിവാള് ആ കാര്യം ചോദ്യം ചെയ്യുന്നത്. ആ ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭരണം നടത്തും എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ മന്ത്രിയും പ്രസ്താവിച്ചിട്ടുണ്ട്. അത് തടയാൻ വകുപ്പില്ല, നമ്മുടെ ഭരണഘടനയിൽ വകുപ്പില്ല. അതുകൊണ്ട് ഭരണം അവിടുന്ന് യഥേഷ്ടം നടക്കും. അത് ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ഒരു ഉത്തരവ് മുഖേന, കോടതി ഒരു ഉത്തരവ് മുഖേന നിരോധിക്കാനും കഴിയില്ല. അതിനുള്ള വകുപ്പുകളില്ല. അതുകൊണ്ട് കേജ്രിവാൾ ജയിലിൽ നിന്ന് ഭരണം തുടരും. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു എവിഡൻസും കൊണ്ടുവന്ന് ഇല്ലീഗൽ ഡീറ്റൻഷന് സമാധാനം പറയേണ്ടി വരും ED ഉദ്യോഗസ്ഥര്. കാരണം 100 കോടി വന്നു പോയത് എങ്ങനെയാണ്, എവിടെ ചെന്ന് അവസാനിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് അവർ എടുക്കണം. ഒരു അപ്രൂവൽ മൊഴിയിൽ കൊണ്ട് മാത്രം
ഒരു കേസ് കൺവിറ്റ് ചെയ്യാനോ ഒരു കേസ് തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് വ്യത്യസ്തമായ ചിന്താഗതികളും നിയമത്തിൻ്റെ പഴുതുകൾ അടച്ച് കേജ്രിവാൾ സംസാരിക്കുന്ന കാണുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അദ്ദേഹം നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന അദ്ദേഹം സുപ്രീം കോടതിയിലെ വിദഗ്ധരായ വക്കീലിനെക്കാട്ടിലും അപ്പുറം അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഒരു കേസിൽ അറസ്റ്റ് ചെയ്താൽ രാജിവെക്കണമെന്ന് എങ്ങും പറയുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമെന്നും എങ്ങും പറയുന്നില്ല. അതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത.